തിരുവചനം മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വചനം നമുക്ക് വായിക്കാം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആര് എന്ന് തമ്മിൽ പറഞ്ഞു. നോക്കിക്ക്, കർത്താവും ശിഷ്യന്മാരും കൂടെ അക്കരയ്ക്ക് സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോകുവാൻ വേണ്ടി പടകിൽ കയറിയപ്പോൾ കൊടുങ്കാറ്റ് അടിച്ച് പടകിനെ തകർക്കുവാൻ നോക്കിയ ആ ഉപമയാണ് നാം മുകളിൽ കാണുന്നത്. എന്നാലിപ്പോൾ ഇവിടെ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, തൻ്റെ കൂടെ നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് വാഗ്ദത്തങ്ങൾ പ്രാപിച്ച ശിഷ്യന്മാർ ആരാണ് ഭീരുക്കളായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. വിശ്വാസമില്ലാതെയായി എന്ന് കാണുവാൻ കഴിയും. അവർ വളരെ ഭയപ്പെട്ടു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. നോക്കിക്കേ, നമ്മുടെ കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദത്തം നാം നാം പ്രാപിച്ചിട്ടില്ല എങ്കിൽ നമ്മൾക്ക് ഉള്ളിൽ ഭയമുണ്ടാകും, നാം ഭീരുക്കളായിത്തീരും, വിശ്വാസമില്ലാതായിത്തീരും. ഏതെങ്കിലും പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ നമ്മുടെ വിശ്വാസം കലക്കപ്പെടുന്നുണ്ടോ, നമ്മുടെ വിശ്വാസം അലട്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം നമ്മളോട് ഇന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് നമുക്കുള്ള വാഗ്ദത്തം എന്താണെന്നുകൂടെ നമുക്ക് നോക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനത്തിൽ 24-ാമത്തെ വചനം തൊട്ട് വായിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദാനം, നിത്യജീവൻ തന്നെ. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിലുള്ള പലതും നമ്മെ തെറ്റിക്കുന്നതാണ്. ചിലപ്പം കാറ്റായിരിക്കാം, ചിലപ്പോൾ ഈ ലോക വസ്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യരായിരിക്കാം. ഇതൊക്കെയും നമ്മെ തെറ്റിക്കുന്നതാണ്. എന്നാൽ ഒന്നുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്കുണ്ടെങ്കിൽ, അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം തീർച്ചയായും അത്ഭുതങ്ങൾ പ്രാപിക്കുന്നവരായിരിക്കും. ഭീരുക്കളാകുക